ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇതെന്താന്ന് എല്ലാവർക്കും അറിയാം. ഇത് വരുന്നത് ഡാസ്ലർ ഐലൈനർ ആണ്. അപ്പം ഡാസ്ലർ ഐലൈനർ ഇതിന് മുന്നേ ഒക്കെ 30 ആ ഒരു റേഞ്ചിൽ കിട്ടും. പക്ഷെ ഈ ഒരു ചെറിയ ബോട്ടിൽ നിന്ന് ഇപ്പൊ വരുന്നത് 50 ആണ്. നമ്മള് പണ്ടത്തെ കാലത്തുള്ള ഇത് നമുക്ക് 20 ഇതിന് തന്നെ വേറെ കുറെ ബ്രാൻഡ് ഉണ്ട്. ഷീറ്റിൽ എനിക്ക് തോന്നുന്നു 20 ആവുള്ളൂ. അത് കുറച്ച് ഇതിനേക്കാളും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട്, കുറച്ച് വലിയ ബോട്ടിലുമാണ്. അപ്പോ ഇത് ഡാസ്ലർ ഐലൈനർ ഡാസ്ലർ ആണ് വരുന്നത്. ഡാസ്ലറിന് പല പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പം ലിപ്സ്റ്റിക് ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ ഇട്ട തന്നെ ഡാസ്ലർ ലിപ്സ്റ്റിക് ആണ്. അപ്പം ഡാസ്ലറിന്റെ കോമ്പാക്ട് ഉണ്ട്, ഫൗണ്ടേഷൻ ഉണ്ട്, പല പ്രോഡക്ട്സും ഉണ്ട്. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ചെറിയ കുട്ടി ഡാസ്ലർ. ഇതിന് വരുന്ന റേറ്റ് 50 ആണ്. പക്ഷെ ഷീറ്റൽ പറഞ്ഞൊരു വേറെ ബ്രാൻഡ് ഉണ്ട്, അത് ഇതിന്റെ ബ്രാൻഡ് അല്ല. അത് ഇതിനേക്കാളും ക്വാണ്ടിറ്റി ഉണ്ട്, ഇതിനേക്കാളും കുറച്ച് വലിപ്പം ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞിയാണ്, ക്യൂട്ട് ആയിട്ടുള്ള കുറച്ച് ചെറിയ കുപ്പി. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് വാട്ടർ പ്രൂഫ് എന്ന് ഞാൻ പറയത്തില്ല. കാരണം എന്താ പറയാ, ഈ ഒരു സാധനമില്ലേ ഡാസ്ലർ ഐലൈനർ ഇട്ടിട്ട് നമ്മളിപ്പോ പുറത്ത് പോയി എന്ന് വിചാരിക്കും, പെട്ടെന്ന് മഴയോ അല്ലെങ്കിൽ വെള്ളം നമ്മളെ കണ്ണിൽ ജസ്റ്റ് ഒന്ന് ഒരു ഡ്രോപ്പ് വീണാൽ മതി, അപ്പൊ നമ്മള് ഇത് ഫുള്ള് സ്പ്രെഡ് ആവും. അങ്ങനത്തെ ഒരു ബ്രാൻഡാണ്. അപ്പം ഞാന് ഇത് മസ്റ്റ് ബൈ ആയിട്ടുള്ള ബ്രാൻഡ് ഇത് തന്നെ വാങ്ങിക്കണമെന്ന് ഞാൻ ഒരു കാരണവശാലും ഞാൻ ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയൂല. കാരണം എനിക്ക് കുറെ അനുഭവം ഉണ്ടായതാണ്. കാരണം ഞാൻ 10th പഠിക്കുന്ന സമയം ഞാൻ ഈ ഡാസ്ലർ ഇതന്നെ ആയിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്, യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് കുറെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതാ. കാരണം മഴ പെയ്ത സമയം ഞാൻ ഇത് ഇട്ടിട്ട് പോയപ്പോ മഴ പെയ്ത സമയം ഫുള്ള് പെരങ്ങിട്ട് വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച സാധനമാണ്. പക്ഷെ ഇത് വാട്ടർ പ്രൂഫ് അല്ല സംഭവം. പക്ഷെ ലോങ് ലാസ്റ്റിംഗ് ആണ്, പക്ഷെ വാട്ടർ പ്രൂഫ് അല്ല. അപ്പൊ വെള്ളം എപ്പം നമ്മള് കണ്ണിൽ തട്ടിയോ ഇപ്പൊ നമ്മള് സ്വെറ്റിംഗ് ആയാലും എന്താ പറയാ, മഴ പെയ്താലും വെള്ളം എന്തെങ്കിലും ഒരു ബൈ ആക്സിഡന്റ് വെള്ളം തട്ടിയാൽ മതി, അപ്പം ഇറങ്ങുന്ന സാധനം. അപ്പൊ ഞാൻ ഒരു കാരണവശാലും ഞാൻ പറയില്ല ഇത് മസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സോ വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ബ്രാൻഡ് പറഞ്ഞുതരാം. ഷീറ്റൽ അധികം ആൾക്കും അറിയുമെന്ന് എനിക്ക് അറിയില്ല. ഷീറ്റൽ നല്ല ബ്രാൻഡാണ്. ഐലൈനറിന് നല്ലൊരു സാധനമാണ് ഷീറ്റൽ. പിന്നെ ലാക്മി ഞാന് യൂസ് ചെയ്യല ഏറ്റവും നല്ല ബ്രാൻഡ് ലാക്മിയാണ്. കാരണം ലാക്മി ഇങ്ങനെ എടുത്തു പറയാൻ കാരണം ഞാൻ പണ്ട് മുതലേ ലാക്മിന്റെ പ്രൊഡക്ട്സാ യൂസ് ചെയ്യല്. അതിപ്പോ എന്തോ ആയിക്കോട്ടെ, ലാക്മിന്റെ ലിപ്സ്റ്റിക് ഉണ്ടായി എന്റെ കയ്യിൽ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ടായി, അതിന് 500. ലാക്മിന്റെ എല്ലാ പ്രൊഡക്ട്സിനും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനും കിട്ടും, അതിനേക്കാളും മേലെ ഉള്ള റേറ്റിലും കിട്ടും. അപ്പം എന്താ പറയാ, ലാക്മിന്റെ ഐലൈനർ സൂപ്പർബ് ആണ്. അത് 24 hours ലാസ്റ്റ് ചെയ്യും. പിന്നെ വാട്ടർ പ്രൂഫ് ആണ്, സ്മഡ്ജ് പ്രൂഫ് ആണ്. അതായത് വാട്ടർ പ്രൂഫ് നമുക്കിപ്പോ ധൈര്യത്തോടെ ലാക്മിന്റെ സാധനം ഇട്ടിട്ട് പോവാൻ പറ്റും, അത് വാട്ടർ പ്രൂഫ് ആയിരിക്കും. അപ്പൊ അതിന്റെ റേറ്റ് വരുന്നത് 200 സംതിങ് ആണ് ലാക്മിന്റെ ഐലൈനറിന് വരുന്നത്. അപ്പം ഇതാ നല്ല ബ്രാൻഡ് എന്ന് വെച്ചാല് ഞാൻ ഇപ്പം എന്റെ അനുഭവത്തിൽ ഞാൻ യൂസ് ചെയ്ത കുറെ ബ്രാൻഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായി. ഷുഗർ, പിന്നെ ഡാസ്ലർ, ഓക്കെ, മാസ്, അങ്ങനത്തെ കുറെ സാധനം ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയാ ഏറ്റവും നല്ല ഇപ്പം മേക്കപ്പ് പ്രൊഡക്ട്സിൽ വരുന്നത് എന്തോ ആയിക്കോട്ടെ, ലാക്മിന്റെ പ്രൊഡക്ട്സ് തന്നെ വാങ്ങിക്കാൻ നോക്കാം. എനിക്കറിയില്ല, നിങ്ങൾക്ക് ഓരോ ആൾക്ക് ഓരോ അഭിപ്രായം ഉണ്ടാവും. പക്ഷെ എന്റെ ഒരു അഭിപ്രായം, എന്റെ ഒരു ഓൺ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാ ഡാസ്ലർ അല്ല, ലാക്മിന്റെ വാട്ടർ പ്രൂഫ്, ലാക്മിന്റെ എന്താ പറയാ ലിപ്സ്റ്റിക് ആയിക്കോട്ടെ, ഐലൈനർ ആയിക്കോട്ടെ, കോമ്പാക്ട് ആയിക്കോട്ടെ, എന്താ പറയാ ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, എല്ലാം നല്ല പ്രൊഡക്ട്സ് എന്നാണ് എന്റെ അനുഭവത്തില് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കുറെ നല്ല പ്രൊഡക്ട്സ് തന്നെ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഒരിക്കലും പറയില്ല ഇത് വാങ്ങിക്കണം. ബിക്കോസ് ഞാനിത് നിലവിൽ ഞാൻ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെന്റെ ഹസ്ബൻഡ് കൊണ്ടു തന്നെയാണ്, ഞാൻ പോയിട്ട് വാങ്ങിച്ചതല്ല. അപ്പൊ ആൾക്ക് വലിയ ഇങ്ങനത്തെ ബ്യൂട്ടി പ്രൊഡക്ട്സിനെ പറ്റിയിട്ട് വലിയ ഗേൾസ് എന്താ യൂസ് ചെയ്യുന്നത്, ബ്യൂട്ടി പ്രൊഡക്ട്സിനെ പറ്റി വലിയ ഇതുണ്ടാവില്ല. അപ്പം പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ്, അതായത് ലിപ്സ്റ്റിക് വാങ്ങിക്കാൻ പോകുമ്പോ തന്നെ ഞാൻ പറഞ്ഞ എന്റെ ലിപ്സ്റ്റിക് കാലിയായി. അപ്പൊ ഞാൻ കൊണ്ടുപോയിട്ട് ഷോപ്പിൽ കൊണ്ടുപോയിട്ട് പിന്നെ വാങ്ങിച്ചതാണ് മാസിന്റെ. അപ്പൊ ഞാൻ പോയപ്പോ മാസിന്റെ ഒരു ഷെയ്ഡ്, എനിക്ക് പിന്നെ ഈ ചില ആൾക്കാർ ഭയങ്കര റെഡിഷ് കളർ ഷെയ്ഡ് ഇടും, അങ്ങനത്തെ ഷെയ്ഡ് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ഉണ്ടല്ലോ, അത് ന്യൂഡ് ഷെയ്ഡാണ്. ഞാൻ അധികം ലിപ്സ്റ്റിക് വാങ്ങിക്കുന്നത് ന്യൂഡ് ഷെയ്ഡാണ് ഇപ്പൊ ഞാൻ വാങ്ങിക്കുന്നത്. പണ്ടൊക്കെ ഞാൻ പിങ്ക്, റെഡ് അല്ല വാങ്ങിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നി അത് ഒരാൾക്ക് ഓരോ ഫേസിനും ചെയ്യുന്നതല്ലേ. അപ്പൊ എനിക്ക് ന്യൂഡ് ഷെയ്ഡാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ന്യൂഡെല്ലാം വാങ്ങിച്ചു. അപ്പോ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം ഇത് ഞാൻ നല്ലതും എടുക്കും പറയൂല, പ്രൊഡക്റ്റ് ഓക്കെ ആ ഒരു ലെവലാണ്. സോ
ഇത് ഞാൻ പറഞ്ഞതിന് വെച്ചാൽ ഇത് വാട്ടർ പ്രൂഫ് അല്ല. എനിക്ക് കുറെ ഓൺ എക്സ്പീരിയൻസ് ഉണ്ടായതാ. സോ ഇത് ഇതിട്ടിട്ട് നിങ്ങൾ മയത്ത് വരെ പോകാൻ പറ്റൂല. മഴ ഇല്ലാത്ത സമയത്ത് പോകുമ്പിടാ. ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ഇതിട്ടിട്ട് റെയിനി സീസണിൽ പുറത്ത് പോയിട്ടുണ്ടായിന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാം, ഹെൽമെറ്റിന്റെ മറ്റേ പ്രൊട്ടക്ഷൻ അല്ലേ, ആ ഗ്ലാസ് താത്തിട്ടാ ഞാൻ പോവാ. കാരണം ഈ ഒരു സംഭവം ഇട്ടാ എനിക്കറിയാം അതങ്ങനെ ആവുന്നു. ലൈക്ക് ഫുള്ള് പെരഞ്ഞിട്ട് ഫേസ് ആകെ മോശമാവും. സോ താങ്ക് യു.